അനുകരിക്കാനാവാത്ത വിധം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മലയാളത്തിൻ്റെ പ്രിയ സ്വഭാവ നടൻ വിജയരാഘവൻ. തീപ്പൊരി സംഭാഷണം കൊണ്ടും കർശനമായ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ അഗ്നിപാറിച്ച തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കർ. ഇവർ കണ്ടുമുട്ടുമ്പോൾ സ്വാഗതം ശ്രീ വിജയരാഘവൻ. സ്വാഗതം ശ്രീ രഞ്ജി പണിക്കർ. താങ്കളൊരു നാടക പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഒരു നടനെ രൂപപ്പെടുത്തുന്നതിൽ താങ്കളുടെ വീട്ടിലെ സാഹചര്യം എത്രമാത്രം പ്രയോജനകരമായി? എങ്ങനെയാണ് ഒരു കഥാപാത്രം സൃഷ്ടിക്കപ്പെടുന്നത് എന്നൊക്കെ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കല്ലേ. പിന്നെ അച്ഛൻ എഴുതുന്ന നാടകങ്ങൾ വായിച്ച് കേൾപ്പിക്കും. അന്ന് ഞാൻ കൊച്ചാണെങ്കിൽ എന്നെ അമ്മയെ വിളിച്ചെത്തും, ചിറ്റയെ വിളിച്ചെത്തും, അപ്പോൾ ഞാനും ഉണ്ടാവും. അപ്പോൾ നാടക വായന മുതൽ കഥാപാത്രങ്ങൾ രൂപപ്പെടുന്നത് മുതൽ പിന്നെ ഓരോരുത്തരിലേക്ക് ആ വേഷങ്ങൾ പകരുന്നത്, അവർ അത് എങ്ങനെയാണ് ഇംപ്രവൈസ് ചെയ്യുന്നത്, അതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം കുട്ടിക്കാലം പോലെ. പിന്നെ ഈ നാടകത്തിലെ അനുഭവങ്ങളാണോ പ്രേക്ഷകരെ മടുപ്പിക്കാതെ ഇത്രയും നാൾ സിനിമയിൽ തുടരാൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും ഞാനതാണ് വിശ്വസിക്കുന്നത്. ശ്രീ രഞ്ജി പണിക്കർ, ഒരു മാധ്യമപ്രവർത്തകനായിട്ടാണ് താങ്കൾ ആദ്യം എത്തിയത്, പിന്നീടാണ് സിനിമയിലേക്ക് കടന്നത്. ഈ മാധ്യമപ്രവർത്തനത്തിലെ അനുഭവങ്ങൾ സിനിമയിലെ തിരക്കഥയെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? അപ്പോൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ പരിചയങ്ങൾ, എനിക്കിപ്പോൾ ഞാൻ വിജയരാഘവനെ പരിചയപ്പെടുന്നത് ഞാൻ മാധ്യമപ്രവർത്തകനായിരിക്കുമ്പോഴാണ്. ഞാൻ കുട്ടനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കുട്ടൻ ഓർമ്മയുണ്ടോ? ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം എന്ന് പറയുന്ന സിനിമ പി ജി വിശ്വംഭരൻ്റെ. ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട്, ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു സിനിമക്കാരുടെ ഒരു സ്ഥിരം ഹോട്ടലുണ്ട്. അവിടെയാണ് അന്ന് മിക്കവാറും എലൈറ്റ് അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഓപ്പോസിറ്റ് അവിടെ വെച്ചാണ് ഞാൻ കുട്ടനെ ആദ്യം കാണുന്നത്. അന്ന് ആ ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ ആ സിനിമയിൽ ന്യൂ ജനറേഷൻ അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ കുട്ടനെ കാണുന്നത്. അപ്പോൾ സിനിമയിലെ പരിചയങ്ങൾ എനിക്ക് ഒരുപക്ഷെ, ഞാൻ ഷാജി കൈലാസിനെ കാണുമ്പോൾ ഞാൻ മാധ്യമപ്രവർത്തകനാണ്, മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഷാജിയെ കാണുന്നത്. ഞാൻ ചിത്രഭൂമിയുടെ കറസ്പോണ്ടൻ്റ് ആയിരിക്കുന്നത്. അപ്പം ആ പരിചയങ്ങൾ ഒരുപക്ഷെ എനിക്ക് സിനിമയിലേക്കുള്ളൊരു എൻട്രി ഒരുക്കി തന്നു. ഇദ്ദേഹത്തെ കണ്ടതിൻ്റെ ആദ്യം അനുഭവം പറഞ്ഞില്ല, അതിൻ്റെ മുമ്പ് നമ്മൾ ഇന്റർപ്രൈ ഇപ്പോൾ രഞ്ജിയാണ് വ്യത്യാസം. രഞ്ജി അന്ന് ഖദറും മുണ്ടുമാണ്. ഞാൻ പക്ഷേ ഞാൻ പത്രത്തിലുള്ളപ്പോൾ അങ്ങനെയല്ല, അത് ഞാൻ ജീൻസും വെള്ള ജുബയുമാണ് അന്ന് ആദ്യം കാണുന്നത്. വിജയരാഘവൻ ഇങ്ങനെ ഈ NN പിള്ളയുടെ മകൻ എന്ന് പറയുന്ന വലിയ മേൽവിലാസം സിനിമയിൽ സ്വന്തമായിട്ടൊരു ഒരു മേൽവിലാസം ഇങ്ങനെ രൂപപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രതീക്ഷകൾ, അതിൻ്റെ ചെറിയ ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ ഉള്ളൊരു ഒരാളാണ് കുട്ടനെന്ന്. അപ്പോൾ ഞാൻ കുട്ടനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അത് അന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നീടും ഞാൻ സിനിമയിൽ വരുന്നതിന് മുൻപ് ഞങ്ങൾ സുഹൃത്തുക്കളായി. ഇദ്ദേഹത്തിൻ്റെ ചേറാടിക്കറിയ ഒരിക്കലും മറക്കാനാത്തൊരു വേഷമാണ്. അത് എഴുതിയപ്പോൾ ഇദ്ദേഹം തന്നെയായിരുന്നോ മനസ്സിൽ? ഞാൻ പത്രപ്രവർത്തകനായിരുന്ന കാലത്ത് തന്നെ ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചെടുത്തിട്ടുള്ള ഒരു വലയത്തിൽപ്പെടുന്ന ആളാണ് കുട്ടൻ. കുട്ടൻ അങ്ങനെയുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, ദേവൻ എൻ്റെ സുഹൃത്തായിരുന്നു, ലാലു അലക്സ് എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യ സിനിമയിൽ അഭിനയിച്ചു, രണ്ടാമത്തെ സിനിമയിലില്ല, മൂന്നാമത്തെ സിനിമ തലസ്ഥാനത്തിലുണ്ട്, ആകാശക്കോട്ടിൽ അതിലില്ല, തലസ്ഥാനത്തിലുണ്ട്, തലസ്ഥാനം കഴിഞ്ഞ് പയ്യൻസിലുണ്ട്. ഏകലവ്യൻ എഴുതുമ്പോൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടൻ്റെ വേഷം ഏതാണെന്ന് ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ കുട്ടനുണ്ട് പടത്തിൽ, അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഈ ചേറാടിക്കറിയ എന്ന് പറയുന്ന കഥാപാത്രത്തിന് എനിക്ക് തോന്നുന്നത് അന്നത്തെ വ്യവസ്ഥാപിത നടന്മാരെ ആരെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ടാവണം. പക്ഷേ ഒരു ദിവസം ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അളകാപുരിയിൽ വെച്ചിട്ട് ഈ ക്യാരക്ടറിൻ്റെ ഒരു പടം വരച്ചു. ഞാൻ പറയാം എങ്ങനെയുണ്ടോ. അതായത് അതിന് മുൻപത്തെ സിനിമയിൽ ഞാൻ ഒരു പോലീസ് ഓഫീസറായിരുന്നു. പിന്നെ പോലീസ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പടത്തിനകത്ത് ഞാൻ അവിടെ ഒരു പോലീസ് ഓഫീസർ, ഞാൻ ഇതിനകത്ത് പോലീസ് ഞാനില്ല, ഇവിടെ വേറെ വേഷമില്ല, പിന്നെ വയസ്സം വേഷമേ ഉള്ളൂ. വയസ്സം ഒരു അച്ചായൻ്റെ റോളാണ്. അത് ഞാൻ അഭിനയിക്കാം, അതാണ് അഭിനയിക്കോ, ഞാൻ അഭിനയിക്കാം എന്നാണ് നമ്മൾ ഫോണിൽ പറഞ്ഞത്. പിന്നീട് അളകാവൂര് വെച്ച് കാണുന്നു. അപ്പോൾ രഞ്ജി ഒരു സ്കെച്ചൊക്കെ വരച്ചു, ഒരു കഷണ്ടിയൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ആ രഞ്ജി ഇത് ചെയ്ത് വന്നപ്പോഴത്തേക്കും പിന്നെ അത് രൂപപ്പെട്ട് വന്നതാണ്. നമ്മൾ നാടകത്തിൽ അഭിനയിക്കുമ്പം നമ്മുടെ ഫ്രണ്ടിൽ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അഭിനയിക്കുമ്പം ഒരു സർക്കുലർ റെസ്പോൺസ് ഉണ്ടാകും, അവരിൽ നിന്ന് നമ്മളിലേക്ക് അവൻ ആസ്വദിക്കുന്നു. അപ്പം നമുക്കൊരു പ്രത്യേക സുഖം ഉണ്ടാകും, നമ്മൾ അന്നേരം ആക്സെപ്റ്റ് ചെയ്യുന്നതിന്. അത് സിനിമയിലില്ല. പക്ഷെ അങ്ങനെ അനുഭവം ഈ ചേറാടിക്കറിയ എന്ന കഥാപാത്രം അഭിനയിച്ചവനെ ഉണ്ടായി. അതായത് ഷൂട്ടിങ്ങിന് പിറ്റേ ദിവസമാണ്. ആദ്യത്തെ ദിവസം ചെറിയ ഷോട്ട്സൊക്കെ എടുത്താൽ ഞാൻ ആ വെടിവെക്കുന്നതും അങ്ങനെ ഷോട്ടൊക്കെ എടുത്തു. അപ്പോൾ അത് രഞ്ജി പോയി. പിറ്റേ ദിവസം ഷൂട്ട് തുടങ്ങാറാകുമ്പോഴാണ് രഞ്ജി വരുന്നത്. അപ്പോൾ ആ ഒരു സീൻ, അതായത് ഗണേശനെ
അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് ഗണേശനെ വിട്ടു. ഇത് അറിഞ്ഞിട്ട് ഞാൻ വരികയാണ്. വന്നപ്പോൾ നിന്നെ വിട്ടോ, ഞാൻ വെച്ചു നിന്നെ അങ്ങ് കുമാരോ എടുത്ത്. അങ്ങനെ ഒരു വലിയ സീനാണ്. ഒരുപാട് ഡയലോഗുണ്ട്. ഏറ്റവും കൂടുതൽ ഡയലോഗ് പറഞ്ഞ ഞാനാണ്. അതായത് ഞാൻ സുരേഷ് ഗോപി എന്നെ അടിക്കും, ഇട്ടോടാ മോനെ എന്നൊക്കെ പറഞ്ഞു. അത്. അപ്പോൾ ഇത് അവിടെ വന്നപ്പോൾ ഷാജി പറഞ്ഞു, ഞാനിങ്ങനെ വായിച്ചിട്ട് ഒരുപാടുണ്ട്, ഞാൻ ഇത് മുഴുവൻ കൂടെ. അപ്പോൾ ഷാജി നമുക്ക് ഒറ്റ ഷോട്ടിലെടുക്കാം. ഞാൻ ഇതിങ്ങനെ ഒറ്റ ഷോട്ടിലെടുക്കുന്നത് എന്ന് പറഞ്ഞൊക്കെ ഒന്ന് ശരിയാക്കി. അപ്പോൾ എനിക്ക് ടെൻഷനുണ്ട്, ഇതിന് നമുക്ക് ഈ കുതറി മാറി മറ്റൊന്നാകാനുള്ളൊരു വേഷമൊക്കെ മാറിയല്ലേ. അങ്ങ് ഞാൻ പിന്നെ രഞ്ജി അന്നേരം ഞാൻ ഓർക്കുന്നില്ല. ഞാൻ കാറേ വന്ന് ഇറങ്ങുന്നു, മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് ഇവനോട് വർത്താനം പറഞ്ഞ് അവിടെ. ഇത് ഞാൻ അഭിനയിച്ച് കഴിഞ്ഞാൽ അടി കൊണ്ട് വീണിട്ട് ഞാൻ പിന്നെ എഴുന്നേൽക്കുന്നു. ഇത് എന്നിട്ടും കട്ട് പറയുന്നില്ല. ക്യാമറ ഫുൾ മാഗസിൻ തീർന്ന് കട്ടായി. വലിയൊരു കൈയ്യടി കേൾക്കാം. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് രഞ്ജിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് രഞ്ജി ഓടി വന്നിനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ജീവിതത്തിലുണ്ടായ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു നിമിഷം. ഇപ്പം നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാവും അത്, പ്രേക്ഷകന് നമുക്കൊരു സുഖം ഉണ്ടാവും. ഇത് എന്താ വേറെ അവസ്ഥയിലൊക്കെ ആയിപ്പോൾ നമ്മൾ. ഞാൻ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിച്ച രഞ്ജിയുടെ സിനിമയില്ല. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് രഞ്ജിക്ക് എന്നെ കൂടുതൽ അറിയാം. അപ്പോൾ എൻ്റെ ഒരു കാലിബർ അറിയാം, ഞാൻ ആ കഥാപാത്രം ചെയ്യുമോ. അപ്പോൾ ശിവപ്പ അതിനുശേഷം എഴുതിയാണ് ശിവപ്പ. ഒരു കാലില്ലാത്ത ക്യാരക്ടറായിട്ട്. അപ്പം രഞ്ജി ഒരു ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഫോഴ്സ് ഉണ്ടാവും ഇയാൾക്ക് ഇങ്ങനെ പറ്റിയിട്ട്. അപ്പം അങ്ങനെയാണ് രഞ്ജി ഇപ്പോൾ എഴുതുമ്പോൾ പിന്നെ എൻ്റെ നടപ്പിനും ഭാവത്തിനും ഓടത്തിലും ഒക്കെ സൗണ്ടിലും ഒക്കെ മാറ്റം വന്നു. അതുപോലെ തന്നെ വേറെ എന്താണ് ഇപ്പം രൗദ്രത്തിൽ അഭിചായി എന്ന ക്യാരക്ടറും സത്യം പറഞ്ഞ ചേറാടിക്കരയായി ഒന്നാണ്. പക്ഷെ അത് രഞ്ജി പറഞ്ഞു, അത് പെർഫോമൻസിൽ എനിക്കും അതെ എനിക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ള അഭിനയ മുഹൂർത്തം. ചേറാടിക്കറിയ ഒരു ഇളകിയാട്ടാണത്. സൂക്ഷ്മമായ അഭിനയത്തിൻ്റെ മുഹൂർത്തങ്ങൾ എന്ന് പറയുന്ന ഒരു പക്ഷേ അയാളെ അവസാനം ഇൻട്രോഗേറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തുണ്ട്, അയാൾ ഇമോഷണലാകുന്ന ചില സ്ഥലങ്ങളുണ്ട്. പക്ഷേ അപ്പിച്ചായി എന്ന് പറയുന്നത് ഒന്നാമത് രണ്ട് നടന്മാർ തമ്മിൽ വളരെ കൃത്യമായിട്ട് മാറ്റുരയ്ക്കുന്ന മുഹൂർത്തങ്ങളുണ്ട്. സായിയും വിജയരാഘവനുമായിട്ട്, മമ്മൂട്ടിയും വിജയരാഘവനുമായിട്ട് ഈ ക്ലോസ് കൺഫ്രണ്ടേഷൻസിലുണ്ടാകുന്ന പ്രത്യേകിച്ച് അതിൻ്റെ ക്ലോസ് ഷോട്ട്സും അതിൻ്റെ സജഷൻസും ശ്രദ്ധിച്ചാൽ അറിയാം. അതിഗംഭീരമായ പെർഫോമൻസ് ഉള്ള ഒരു പക്ഷേ വിജയരാഘവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് എന്ന് പറയപ്പെടാവുന്ന അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമയാണത്. ഇപ്പം ഞാൻ ഒരുപാട് പോലീസ് വേഷം അഭിനയിച്ചിട്ടുണ്ട്. എത്രയോ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഞാൻ അഭിനയിച്ച പോലീസ് വേഷമായിരിക്കും. പക്ഷേ എൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നു ഇപ്പോഴും പറയുന്നത് കമ്മീഷണറത്തെ പോലീസ് ഓഫീസർ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ബാക്കിയുള്ളതിന് വ്യത്യസ്തമായിട്ടൊന്നും ചെയ്തിട്ടല്ല. ആ പാത്ര സൃഷ്ടിയുണ്ടല്ലോ, അതിനകത്ത് ഈ പറഞ്ഞ റിബല്യൻ ഉണ്ട്. പിന്നെ ആ ക്യാരക്ടർ വരുന്ന പ്ലേസ്മെന്റ് ചില കൃത്യ സ്ഥലത്താണ് വരുന്നത്. അവിടെയൊക്കെ ആ കഥാപാത്രം വന്നുകൊണ്ടാണ് ആ കഥാപാത്രം പിന്നെ ഡെഫിനറ്റ് ആയിട്ടും. പിന്നെ ആ കുട്ടികൾ ആ സീനില്ലേ, ഫാമിലി വിജയരാഘവനെ പോലൊരു നടൻ പെട്ടെന്ന് ഈ ഒരു വിജയരാഘവന്റെ ഒരു പോലീസ് കഥാപാത്രം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു മുൻവിധി ഉണ്ടാകാം. പക്ഷെ ആ മുൻവിധിയെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ അയാൾ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ സ്കൂളിലെ കാര്യം പറയുകയും സസ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും വിളിക്കാം. അതിന്റെ ഇടയ്ക്ക് അയാൾ മന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്. പിള്ളേർക്ക് ചോറ് അപ്പൊ അങ്ങനെ ഒരു ഫാമിലി മാൻ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു സംഭവം പറഞ്ഞാൽ മതി. ഈ തിരക്കഥയുള്ള അത് പ്ലാറ്റ്ഫോമാണ്, തിരക്കഥ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പം ഞാൻ പറഞ്ഞ ചേറാടി കറിയ വീണിട്ട് എഴുന്നേൽക്കുന്നത് വരെ നമ്മൾ തിരക്കഥയിൽ എഴുതി അയാൾ വീഴുന്നു, അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് വിരൽ ചൂണ്ടുന്നു. ഈ ചാടി എഴുന്നേറ്റ് വിരൽ ചൂണ്ടുക എന്ന് പറയുന്ന സാധനത്തിൽ അത് 100 നടന്മാർക്ക് 100 തരത്തിൽ വിരൽ ചൂണ്ടാൻ പറ്റും. പക്ഷേ അവിടെയാണ് ആ കഥാപാത്രം എങ്ങനെ വിരൽ ചൂണ്ടുന്നു എന്നത് നടൻ മാത്രം തീരുമാനിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചതിനപ്പുറത്തേക്ക് നടൻ അതിനെ കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ട്. അത് ഇത് ഈ പറഞ്ഞ പോലെ എഴുത്തുകാരനും സംവിധായകനും നടനും എല്ലാവരും ചേരുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്. അതുള്ളിടത്ത് ഇത് സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ സംഭവിക്കില്ല.